ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തമാക്കി KSU. കാരന്തൂരിൽ വീട്ടിൽ വൻ മോഷണം, 35 പവനും 4000 രൂപയും കവർന്നു. ഗൾഫ് കേരള യാത്രാ കപ്പൽ സർവീസ് വൈകാതെ ആരംഭിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. സെന്റ് വിൻസെന്റ് കോളനി LP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. സ്ത്രീ ശാക്തീകരണം എന്ന മുദ്രാവാക്യത്തോടെ ഈ വർഷത്തെ യോഗാ ദിനം കൊണ്ടാടുമെന്ന് പതഞ്ജലി യോഗ റിസർച്ച് സെന്റർ. കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ 2023-24 ബാച്ചിന്റെ കോൺവോക്കേഷൻ സംഘടിപ്പിച്ചു. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തമാക്കി KSU. സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളുമായി KSU റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ചു. രണ്ട് അലോട്ട്മെന്റുകൾ കഴിഞ്ഞ സാഹചര്യത്തിൽ പോലും ഫുൾ A+ നേടിയ കുട്ടികൾക്ക് സീറ്റ് ലഭിക്കാതെ വന്നതോടെയാണ് KSU സമരം കടുപ്പിച്ചത്. ഇത്തവണ സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് KSUവിന്റെ സമരം. കോഴിക്കോട് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് KSU ഉപരോധിക്കുകയായിരുന്നു. സമരം ചെയ്ത പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിർത്തി. സീറ്റ് ലഭിക്കാത്തതിനാൽ എന്ത് ചെയ്യുമെന്ന് അറിയാതെ വിഷമത്തിലാണ് വിദ്യാർത്ഥികൾ. ഞങ്ങള് കുറെ കഷ്ടപ്പെട്ട് ഉറപ്പൊക്കെ പഠിച്ച് ഞങ്ങൾക്ക് ഇതുവരെ സീറ്റ് കിട്ടിയില്ല. എന്താ ചെയ്യണ്ടേ? രണ്ട് അലോട്ട്മെന്റ് കഴിച്ച് ഇതുവരെ സീറ്റ് കിട്ടിയില്ല. സീറ്റ് ലഭിക്കാതെ വന്നതോടെ കുട്ടികളുടെ ഭാവിയോർത്ത് ആശങ്കയിലാണ് കുടുംബങ്ങൾ. ഇനി ഒരു കുട്ടികളെ കൂടി ഇങ്ങനെ ഒരു സമരത്തിലേക്ക് വീഴാൻ ഈ സർക്കാർ ശ്രമിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. രണ്ടാളിന്റെ അനിയന്മാർ, ഇതിന്റെ സ്വന്തം അനിയനാണ്, ഇതിന്റെ അച്ഛന്റെ അനിയന്റെ മോനാണ്. രണ്ടാളിന്റെ അനിയന്മാർ തന്നെയാണ്. ഇനി ഒരു കുട്ടീനെ പോലും ഇങ്ങനെ ഒരു സമരത്തിലേക്ക് നയിക്കാണ്ട് ഒരു സീറ്റോ ഒരു ബാച്ച് അനുവദിക്കണം, എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്. മൂന്നാമത്തെ അലോട്ട്മെന്റിലെങ്കിലും സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാരന്തൂർ കിഴക്കേ മേലെ തടത്തിൽ പ്രക്ഷോഭിന്റെ വീട്ടിൽ മോഷണം. വീടിന്റെ മുൻവാതിൽ പൊളിച്ച് കയറിയ മോഷ്ടാക്കൾ 35 പവനും 4000 രൂപയും കവർന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാരന്തൂരിലെ കിഴക്കേമേലെ തടത്തിൽ കൃഷോഭിന്റെ വീട് കുത്തിത്തുറന്ന് മോഷ്ടാക്കൾ 35 പവനും 4000 രൂപയും കവർന്നു. ഇന്നലെ രാത്രിയാണ് സംഭവമെന്ന് പറയപ്പെടുന്നു. വീടിന്റെ മുൻവശത്തെ വാതിലാണ് ആയുധങ്ങൾ ഉപയോഗിച്ച് പൊളിച്ച് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. വീട്ടുടമ കൃഷോഭ് എറണാകുളം മിംസ് ഹോസ്പിറ്റലിലെ ജീവനക്കാരനാണ്. കുട്ടിക്ക് സുഖമില്ലാത്തതിനാൽ ഭാര്യയും മക്കളും കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലായിരുന്നു. ഇന്ന് രാവിലെ കൃഷോഭിന്റെ അമ്മ വീട്ടിലെത്തിയപ്പോഴാണ് മുൻവശത്തെ വാതിൽ പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്.
ഉടനെ സമീപത്തെ വീട്ടുകാരെയും കൂട്ടി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെ SI സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധർ ഉടനെ സ്ഥലത്തെത്തും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും ഈ ഭാഗത്ത് മോഷ്ടാക്കൾ വീടുകളിൽ കവർച്ച നടത്തിയതായി സമീപവാസികൾ പറഞ്ഞു. പോലീസ് സമീപത്തെ CCTV പരിശോധിച്ചു വരുന്നു. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം. ഗൾഫ് കേരള യാത്രാ കപ്പൽ സർവീസ് വൈകാതെ ആരംഭിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ രക്ഷാധികാരി ഡോക്ടർ AV അനൂപ്. ഈ വിഷയം ലോക കേരള സഭയിൽ ഉന്നയിച്ച സാഹചര്യത്തിൽ MDC അവലോകന യോഗം ചേർന്നു. പ്രസിഡന്റ് C ചാക്കുണ്ണി അധ്യക്ഷനായിരുന്നു. ഗൾഫ് കേരള യാത്രാ ചരക്ക് കപ്പൽ സർവീസ് വൈകാതെ ആരംഭിക്കണമെന്ന് MDC രക്ഷാധികാരി ഡോക്ടർ AV അനൂപ് ലോക കേരള സഭയിൽ ആവശ്യപ്പെട്ടു. ഗൾഫിലെ തുറമുഖങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കുറഞ്ഞ ചെലവിൽ കപ്പൽ യാത്ര സംഘടിപ്പിക്കുക, അത് ഗൗരവമായി ആലോചിച്ച് വരികയാണ്. മാരിടൈം ബോർഡും നോർക്ക റൂട്ട്സും ഒക്കെ ചേർന്നുകൊണ്ട് ഇത് എങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നത് ഗൗരവമായി ചിന്തിച്ചു വരുന്നുണ്ട്. കേരള മുഖ്യമന്ത്രി, തുറമുഖ വകുപ്പ് മന്ത്രി, മാരിടൈം ബോർഡ്, നോർക്ക എന്നിവർ ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിൽ വരുന്ന ഓണം സീസണിന് മുൻപായി തന്നെ കപ്പൽ സർവീസ് ആരംഭിക്കാൻ കഴിയുമെന്ന് MDC ഭാരവാഹികളുടെ യോഗം വിലയിരുത്തി. ഷവലിയാർ C ചാക്കുണ്ണി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. മെയ് 8, 9 തീയതികളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂ ജീവനക്കാരുടെ സമരം മൂലം യാത്രക്കാർ അനുഭവിച്ച ദുരിതം അദ്ദേഹം വിശദീകരിച്ചു. വിമാന കമ്പനികളുടെ GST നിരക്കിന് ഇളവ് നൽകിയില്ലെങ്കിൽ വിദേശ വിമാന കമ്പനികൾ ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ നിർത്തലാക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയതായും അദ്ദേഹം പറഞ്ഞു. ജൂൺ 22 കേന്ദ്ര GST കൗൺസിൽ കപ്പൽ യാത്രാ ടിക്കറ്റ് GST ഒഴിവാക്കിയത് കുറഞ്ഞ നിരക്കിൽ യാത്രക്കാർക്ക് ആശ്വാസം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. രക്ഷാധികാരി A ശിവശങ്കരൻ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, സെക്രട്ടറിമാരായ PI അജയൻ, കുന്നോത്ത് അബൂബക്കർ, ഖജാൻജി MB കുഞ്ഞാമു, വൈസ് പ്രസിഡന്റുമാരായ പ്രൊഫസർ ഫിലിം K ആന്റണി, ബേബി കിഴക്കെ ഭാഗം എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സെന്റ് വിൻസെന്റ് കോളനി LP സ്കൂളിലെ 1986-87 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂളിൽ നടന്നു. പൂർവ്വ വിദ്യാർത്ഥിയും പ്രൊവിഡൻസ് സ്കൂൾ പ്രിൻസിപ്പാളുമായ സിസ്റ്റർ സിൽവി ഉദ്ഘാടനം ചെയ്തു. സെന്റ് വിൻസെന്റ് കോളനി LP സ്കൂൾ 1986-87 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം 16-ാം തീയതി ഞായറാഴ്ച സ്കൂളിൽ വെച്ച് നടന്നു. 36 വർഷങ്ങൾക്ക് ശേഷമുള്ള 4ാം ക്ലാസ്സുകാരുടെ ഒത്തുചേരൽ അപൂർവ കാഴ്ചയായിരുന്നു. അധ്യാപകരോടൊത്തും സഹപാഠികളായും ഓർമ്മകൾ പങ്കിട്ടും കുശലങ്ങൾ പറഞ്ഞും വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാക്കി മാറ്റി. തുടർന്ന് വിവിധ കലാകായിക പരിപാടികളും അരങ്ങേറി. ടീച്ചറെ ഇവർ 4ാം ക്ലാസ്സിലെ കുട്ടികളായിട്ട് ഇപ്പോൾ അഭിനയിക്കുകയാണ്. എല്ലാവരും പിന്നെ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാര്, ഡോക്ടർമാര്, മെഡിക്കൽ റെപ്പുമാര്, എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്യുന്ന കുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് എന്താണ് പറയാന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത്രയധികം സന്തോഷമായി. കുട്ടികളെ പേരെടുത്ത് വിളിച്ചപ്പോൾ അവർക്ക് അതിലും വലിയ സന്തോഷമായി. കാരണം അവർക്ക് ആകാവുന്ന തരത്തിലുള്ള എല്ലാ പോക്കിത്തരങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവർ വളർന്ന് വലിയ നിലയിലെത്തി. അവരിന്നൊരു സമൂഹത്തിൽ വിലയുള്ള ആൾക്കാരായി. എൻ്റെ കുഞ്ഞു മക്കളെ ഇപ്പം വലിയ ആൾക്കാരായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ വലിയ സന്തോഷം. പൂർവ്വ വിദ്യാർത്ഥിനിയും പ്രൊവിഡൻസ് സ്കൂൾ പ്രിൻസിപ്പലുമായ സിസ്റ്റർ സിൽവി ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥിനി റീന സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി ബ്രിജേഷ് ബാലൻ അധ്യക്ഷത വഹിച്ചു. സെന്റ് വിൻസെന്റ് കോളനി LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലോസ്റിൻഡ്, പൂർവ്വ അധ്യാപികമാരായ സിസ്റ്റർ അൽഫോൺസ്,
ഏലിക്കുട്ടി ടീച്ചർ, സജിത ടീച്ചർ, മുൻ ജീവനക്കാരി ശ്രീമതി ഗ്രേസി എന്നിവർ പങ്കെടുത്തു. പൂർവ്വ അധ്യാപികമാരെയും ജീവനക്കാരെയും ആദരിച്ചു. സ്കൂളിനുള്ള മൊമെന്റോ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ലോസ്ലിൻ ഏറ്റുവാങ്ങി. കവിത, പ്രജോഷ് എന്നിവർ മുൻകാല ഓർമ്മകൾ പങ്കുവച്ചു. പ്രജിഷ, മഹേഷ് എന്നിവർ ആശംസയും റിലേഷ് നന്ദിയും പറഞ്ഞു. കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ അരുൺ, ദീജ, ബ്രിജേഷ്, സമീർ, പ്രമിന, റിലീഷ്, റീന, ലാലു, വിപിൻ ചന്ദ്, ജേക്കബ്, അനൂപ്, സിന്ധു, സിനി, വിജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സമുദ്ര ഫിഷ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉദ്ഘാടനവും സഹായ വിതരണവും ബേപ്പൂരിൽ നടന്നു. 47-ാം ഡിവിഷൻ കൗൺസിലർ ഗിരിജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സമുദ്ര ഫിഷ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉദ്ഘാടനവും നിർധന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെയും രോഗികൾക്കുള്ള ധനസഹായ വിതരണവും ബേപ്പൂരിൽ നടന്നു. 47-ാം ഡിവിഷൻ കൗൺസിലർ ഗിരിജ ടീച്ചർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ എല്ലാ സഹായങ്ങളും നമുക്ക് തരുമ്പോൾ അതിനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ പറഞ്ഞു പ്രസംഗത്തിൽ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള നമ്മളിപ്പോൾ വേഗത്തിലെത്താൻ ഇപ്പോൾ ചിലർ അറിയുന്നുണ്ടാവില്ല, അങ്ങനെ അറിയാത്ത കാര്യങ്ങൾ അറിവിലേക്ക് എത്തിക്കാൻ കൂടി വേണ്ടിയിട്ടുള്ള ഒരു ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സന്ദർഭമാണ് നിങ്ങൾക്ക് ഈ സൊസൈറ്റിയിൽ കൂടെ കിട്ടുന്നത്. നിങ്ങൾ പറഞ്ഞു ഇവിടെ ഇൻഷുറൻസിൻ്റെ കാര്യത്തിലും അതേപോലെ നിങ്ങൾക്ക് അന്യതുള്ള കാര്യങ്ങളിലൊക്കെ ഇതിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സൊസൈറ്റി. അപ്പോൾ ഇതിൻ്റെ ഈ ഉദ്ഘാടന കർമ്മം വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഞാൻ ഔപചാരികമായി പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് എം ലാലു അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് ടി സജീവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെക്രട്ടറി വി രതീഷ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ രഞ്ജിത്ത് കുമാർ, CS അസീസ്, അയ്യന്റെ വീട്ടിൽ പ്രദീപ്, KP ഹുസൈൻ, K വിശ്വനാഥൻ, T ശ്യാമപ്രസാദ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. സ്ത്രീ ശാക്തീകരണം എന്ന മുദ്രാവാക്യത്തോടെ ഈ വർഷത്തെ യോഗാ ദിനം കൊണ്ടാടുമെന്ന് പതഞ്ജലി യോഗ റിസർച്ച് സെന്റർ. ജൂൺ 20-ന് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ യോഗ പരിശീലനവും യോഗ പ്രകടനവും ഉൾപ്പെടെ വിവിധ പരിപാടികൾ നടത്തും. ഈ പ്രാവശ്യം അതിന് വിഷയം കൊടുത്തിരിക്കുന്നത് സ്ത്രീ ശാക്തീകരണം. യോഗ നമ്മുടെ സ്ഥാപനം ധാരാളം പേർക്ക് യോഗ കൊടുക്കുന്നതിന് നമ്മൾ പ്രത്യേകം പ്രാധാന്യം കൊടുക്കുന്നത് കുട്ടികൾക്കും പ്രായം ചെന്നവർക്കും വളരെയധികം പ്രാധാന്യം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യോഗ പ്രോട്ടോകോൾ ജൂൺ 21 അന്താരാഷ്ട്രീയ യോഗ ദിനത്തിൽ ചെയ്യുന്ന ഒരു സിലബസ് ഉണ്ട്. അതനുസരിച്ച് തന്നെയാണ് ഇത് പരിശീലിക്കുന്നത്. ഇപ്പോൾ ഒരു 36 മിനിറ്റ് സമയം നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലനമാണ് യോഗ പ്രോട്ടോകോൾ, ഇന്റർനാഷണൽ യോഗ ഡേന്റെ പ്രോട്ടോകോൾ അനുസരിച്ച്. പതഞ്ജലി യോഗ റിസർച്ച് സെന്റർ ഇത്തവണത്തെ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി സായി കോഴിക്കോട്, ഈസ്റ്റ് ഹിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ്, മലബാർ ഹോസ്പിറ്റൽസ് എരഞ്ഞിപ്പാലം എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ജൂൺ 20-ന് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആയുഷിന്റെ യോഗ പ്രോട്ടോകോൾ പ്രകാരമുള്ള കൂട്ടായ യോഗ പരിശീലനം, വിദ്യാർത്ഥികളുടെ യോഗ പ്രകടനം, യോഗ ബോധവൽക്കരണം എന്നിവ നടത്തും. അങ്ങനെ സമൂഹത്തിലെ വളരെ വ്യത്യസ്ത രീതിയിലുള്ള വ്യക്തികൾക്ക് നമ്മൾ യോഗ വളരെ മിതമായ രീതിയിൽ ചെയ്യുന്നുണ്ട്. MK രാഘവൻ MP, MV ശ്രേയാംസ് കുമാർ, ഡോക്ടർ മിലി മോണി, ഡോക്ടർ കോളിൻ ജോസഫ്, അനുരാധ തായാട്ട്, അഡ്വക്കേറ്റ് P ഗവാസ്, MT രമേശ്, EK കുട്ടി, രാജഗോപാൽ തുടങ്ങിയവർ അതിഥികളായി പങ്കെടുക്കുമെന്നും പതഞ്ജലി യോഗ റിസർച്ച് സെന്റർ ഡയറക്ടർ യോഗാചാര്യൻ P ഉണ്ണിരാമൻ, സെക്രട്ടറി P സത്യൻ, ട്രഷറർ KK ഉണ്ണികൃഷ്ണൻ, MT സായി പ്രകാശ് തുടങ്ങിയവർ പറഞ്ഞു. എല്ലാവർക്കും വളരെ മാനസിക പിരിമുറുക്കവും പലതരം അസുഖങ്ങളും ഒക്കെ ഈ കാലഘട്ടത്തിൽ ആർക്കും ഒന്നിനും സമയമില്ല. നമ്മൾ യോഗ പരിശീലിച്ച് യോഗാഭ്യാസം നടത്തുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ ഈ അസുഖങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടാമെന്ന് സയന്റിഫിക്കായിട്ട് ഇന്ന് തെളിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche
gold and diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ 2023-24 ബാച്ചിന്റെ കോൺവെക്കേഷനും സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങും നടത്തി. MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രീ പ്രൈമറി ആൻഡ് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് പൂർത്തിയാക്കിയ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥിനികൾക്കായി കോൺവക്കേഷൻ കൈമാറലും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. ഡോക്ടർ MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ പരീക്ഷ എന്ന് പറയുന്ന ഒന്നിലാണ് തളച്ചിടപ്പെടുന്നത്. അത് പഴയകാലത്ത് റാങ്ക് കിട്ടുക എന്നുള്ളതാണെങ്കിൽ അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രേഡിംഗ് ആണ്. ഇപ്പോൾ ഉള്ള പ്രശ്നം ഫുൾ A+ കിട്ടിയത്. ഫുൾ A+ കിട്ടിയിട്ടില്ലെങ്കിൽ ആ കുട്ടി ഒന്നിനും പറ്റാത്തവരായി മാറുന്നു. സമൂഹത്തിന് മുന്നിൽ നമ്മൾ ആദ്യം തന്നെ കുട്ടിയെ കാണുമ്പോൾ ചോദിക്കുന്നത് ഫുൾ A+ ആണ്. അതിലൊന്ന് A ആയിപ്പോയാൽ പിന്നെ ആ കുട്ടിയെ നമ്മൾ തന്നെ ഒരു നിലവാരമില്ലാത്ത കുട്ടിയായിട്ട് അങ്ങ് ചിത്രീകരിക്കും. ഇപ്പോൾ കോളേജ് അഡ്മിഷൻസിനും മറ്റുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിനും ഒക്കെ സ്കൂളുകളും ഇത് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനപ്പുറം ആ കുട്ടിയുടെ മെൻ്റൽ, ഫിസിക്കൽ, ഇമോഷണൽ ആയിട്ടുള്ള വിചാരങ്ങളെ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടത്. എല്ലാം A+ കിട്ടിയ ഒരു ഇമോഷൻ ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി സമൂഹത്തിന് എന്ത് ഗുണമാണ് ചെയ്യുക? കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ഡയറക്ടർ K സതീശൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരങ്ങളായ RS പണിക്കർ, അനുപമ, എഴുത്തുകാരനും സൈലം ലേണിംഗ് ആപ്പ് മെന്ററുമായ ലിജീഷ് കുമാർ, സിനിമ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും നിർമ്മാതാവും സംവിധായകനുമായ ഷാജി പട്ടിക്കര, സാംസ്കാരിക പ്രവർത്തകനും കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ രക്ഷാധികാരിയുമായ MA ജോൺസൺ, KEC ചെയർമാൻ പ്രതാപ് മൊണാലിസ, KEC അക്കാദമിക് കൗൺസിൽ ചെയർമാൻ KR രതീഷ് കുമാർ, KEC സ്റ്റേറ്റ് ലെവൽ എക്സാം കമ്മീഷൻ അംഗം PK ബൈജു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് KEC വിദ്യാർത്ഥിനികൾ നടത്തിയ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വേങ്ങേരി വില്ലേജിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജില്ലാ റിട്ടയർഡ് സെഷൻസ് ജഡ്ജ് KK കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി. ജൻ അഭിയാൻ സേവാ ട്രസ്റ്റിന്റെയും വോയിസ് ഓഫ് വേങ്ങേരിയുടെയും ആഭിമുഖ്യത്തിൽ വേങ്ങേരി വില്ലേജിലെ ഇക്കഴിഞ്ഞ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു. സംസ്ഥാന അക്ഷയശ്രീ കുട്ടി കർഷക അവാർഡ് നേടിയ ദേവിക KP, LLB എൻട്രൻസ് പരീക്ഷയിൽ റാങ്ക് ഹോൾഡ് ജേതാവായ അപർണ KM എന്നിവരെ പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു. ജില്ലാ റിട്ടയർഡ് സെഷൻസ് ജഡ്ജ് KK കൃഷ്ണൻകുട്ടി പയമ്പ്ര പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഠനവും അതുപോലെ മറ്റു പ്രവൃത്തിയും കഠിന പരിശ്രമവും ഒക്കെ കൊണ്ട് നേടിയെടുത്തിട്ടുള്ള ഈ നേട്ടങ്ങൾ തീർച്ചയായും അവർ അഭിനന്ദനം അർഹിക്കുന്നു. അവർക്ക് ഭാവിയിലും ഇതുപോലുള്ള വലിയ വലിയ നേട്ടങ്ങൾ നേടാൻ സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഇങ്ങനെ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുമ്പോൾ ഉന്നത വിജയം നേടാത്ത കുട്ടികൾക്ക് അതൊരു പ്രചോദനമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ചിലപ്പോൾ മിക്കവാറും അവരോട് തെറ്റുകൊണ്ടായിരിക്കില്ല. പല കുട്ടികൾക്കും പല സാഹചര്യങ്ങൾ കൊണ്ട് പഠനത്തിൽ പല ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. പല കുട്ടികൾക്കും മറ്റു അധിക പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ അധ്യാപകരുടെ ശ്രദ്ധക്കുറവുണ്ടാകും. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു കടമ അധ്യാപകർക്കുണ്ട് എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. വേങ്ങേരി ഗവൺമെന്റ് SP സ്കൂളിൽ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ട്രസ്റ്റ് രാംദാസ് വേങ്ങേരി അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർമാരായ KC ശോഭിത, P നിഖിൽ എന്നിവർ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം നൽകി. പത്മനാഭൻ വേങ്ങേരി, M ഷിനോദ് കുമാർ, ഡോക്ടർ VS സുജേഷ്, ഷക്കീന മജീദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് 20ഓളം നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠന കിറ്റ് വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
വിമൻ എന്റർപ്രണർ നെറ്റ്വർക്ക് നടത്തുന്ന എംബ്രേസിംഗ് ഹ്യൂമാനിറ്റി എന്ന ഇവന്റ് ജൂൺ 19 കോഴിക്കോട്ട് സംഘടിപ്പിക്കും. ട്രാൻസ് വുമൺ സമൂഹത്തിൽ നിന്നും സംരംഭകത്വ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രശസ്തർ ചർച്ചകളിൽ പങ്കെടുക്കും. കഴിഞ്ഞാൽ ഒരു ഓൺടർപ്രണേഴ്സ് ആണെങ്കിൽ, അതായത് ബിസിനസ് ചെയ്യണം എന്നൊരു നിർബന്ധം അല്ലെങ്കിൽ ഭാവിയിൽ ബിസിനസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായാലും മതി. അതായത് ബിസിനസ് ഇല്ലെങ്കിൽ ഇതിനകത്ത് നിന്നുകൊണ്ട് വലിയ കാര്യമില്ല. അതുകൊണ്ട് ബിസിനസ് ചെയ്യണം എന്ന ആഗ്രഹമോ അല്ലെങ്കിൽ താല്പര്യമോ ഉള്ള ആൾക്കാർക്ക് അതിൽ പങ്കെടുക്കാം. സംരംഭകത്വത്തിൽ ട്രാൻസ് വുമൺ ഇൻക്ലൂസിവിറ്റിയാണ് ഇവന്റിന്റെ പ്രധാന പ്രമേയമെന്ന് ചെയർപേഴ്സൺ സന്ധ്യ വർമ്മ പറഞ്ഞു. രഞ്ജു രഞ്ജിമാർ, റിയ ഇഷ, സഞ്ജന ചന്ദ്രൻ, അഡ്വക്കേറ്റ് പത്മലക്ഷ്മി, ആശാ ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും. ബിന്ദു വിജയൻ മോഡറേറ്ററാകും. നേട്ടങ്ങൾ ചിലരെ ആൾക്കൂട്ടത്തിൽ നിന്നും വേറിട്ട് നിർത്തും. അവരുടെ ശാരീരിക ക്ഷമത ഒരു പ്രശ്നമല്ല. അവരെ സംവേദനക്ഷമതയും ധാരണയും സൃഷ്ടിക്കാൻ പ്രാപ്തരാക്കുക എന്നതാണ് ഇവന്റ് ലക്ഷ്യമിടുന്നതെന്നും വിമൻ എന്റർപ്രണർ നെറ്റ്വർക്ക് സാരഥികൾ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തമാക്കി KSU. കാരന്തൂരിൽ വീട്ടിൽ വൻ മോഷണം, 35 പവനും 4000 രൂപയും കവർന്നു. ഗൾഫ് കേരള യാത്രാ കപ്പൽ സർവീസ് വൈകാതെ ആരംഭിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. സെന്റ് വിൻസെന്റ് കോളനി LP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. സ്ത്രീ ശാക്തീകരണം എന്ന മുദ്രാവാക്യത്തോടെ ഈ വർഷത്തെ യോഗാ ദിനം കൊണ്ടാടുമെന്ന് പതഞ്ജലി യോഗ റിസർച്ച് സെന്റർ. കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ 2023-24 ബാച്ചിന്റെ കോൺവോക്കേഷൻ സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.